യോഹന്നാൻ 6:17. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. യേശു 5 യവത്തപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതത്തിന് ശേഷം നടന്നതാണ് നാം ഇവിടെ വായിച്ച വാക്യം. യേശു തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. കാരണം ജനം യേശുവിന് എതിരായി പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും യേശു അറിഞ്ഞു. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ പടക് കയറി കടലക്കരെ കഫർന്നഹൂമിലേക്ക് യാത്രയായി. യേശു അവരുടെ കൂടെ ചെല്ലേണ്ടതാണ്. എന്നാൽ ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. ശിഷ്യന്മാർ യേശുവിനെ അനുസരിച്ചതായിരുന്നു ആ യാത്ര. യേശുവിനെ അനുസരിച്ചിട്ടും അവർക്ക് ഇരുട്ടിലും പ്രതികൂല സാഹചര്യത്തിലും അകപ്പെടേണ്ടി വന്നു. എല്ലാ പ്രതിസന്ധികളും നമ്മുടെ തെറ്റുകൾ കൊണ്ടല്ല. ചിലപ്പോൾ ദൈവം നമ്മെ പരീക്ഷിക്കുവാനോ ദൈവശക്തി വെളിപ്പെടുത്തുവാനോ ഒക്കെ അത് അനുവദിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിലും കർത്താവ് വരുവാൻ വൈകുന്നുവെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. എന്നാൽ യേശു കർത്താവിന് അത് താമസമല്ല, ശരിയായ സമയത്തിനായുള്ള കാത്തിരിപ്പാണ്. ദൈവമഹത്വം വെളിപ്പെടേണ്ട ശരിയായ സമയത്തിനായുള്ള കാത്തിരിപ്പ്. യോഹന്നാൻ 11:6 യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു എന്ന് നാം വായിക്കുന്നു. ലാസർ മരിച്ച് അടക്കി 4 ദിവസമായതിനു ശേഷമാണ് യേശു ബേഥാനിക്ക് പോയത്. യേശു കർത്താവ് തന്നെ പറയുന്നു, ദൈവമഹത്വം വെളിപ്പെടാനായിട്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിച്ചതെന്ന്. മത്തായി 14 യേശു ശിഷ്യന്മാരെ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. യേശു തനിച്ച് പ്രാർത്ഥിക്കുവാനായി മലയിൽ കയറി പോവുകയും ചെയ്തു. എന്നാൽ പടക് പ്രതികൂല കാറ്റിനാലും തിരകളാലും വലഞ്ഞു. യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുത്തെത്തി. പത്രോസിൻ്റെ വിശ്വാസം ഉറയ്ക്കുവാനും ശിഷ്യന്മാർ യേശു കർത്താവിനെ ദൈവപുത്രനെന്ന് ഉറച്ചു വിശ്വസിക്കുവാനും ഇത് ഇടയാക്കി തീർത്തു. യേശു ക്രിസ്തു വരാൻ താമസിച്ചത് ശിഷ്യന്മാരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു മുഖാന്തരമായി. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കർത്താവിനെ കാണാതിരുന്നാൽ, വിടുതൽ നടക്കാതിരുന്നാൽ, യേശു കർത്താവ് നമ്മെ കൈവിട്ടു, ഉപേക്ഷിച്ചു, മറന്നു കളഞ്ഞു എന്നൊന്നുമല്ല അതിനർത്ഥം. ഇരുട്ട് വരാം, കാറ്റും കോളും തിരമാലയും വരാം. എന്നാൽ യേശു കർത്താവിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിശ്ചയമായും നമ്മുടെ കർത്താവ് വരും. നമ്മുടെ ഇരുട്ട് മാറ്റി പ്രകാശം ജീവിതത്തെ നിറയ്ക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിലും പ്രത്യാശയിലും ഉറപ്പും ധൈര്യവും ഉള്ളവരായി തുടരാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.